എന്തോ എടാ അച്ചിങ്ങാറേച്ചി. അച്ചിങ്ങാറേജിയോ? ആര് ആര് അച്ചിങ്ങ ആര് റജി? എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ. ആരോടത് വിളിച്ചിട്ട് പോടോ? ആ പുള്ളിക്ക് നിന്നെ മനസ്സിലായിട്ടപ്പാ വിളിക്കുന്നത്. എടാ അച്ചിങ്ങാറേച്ചി, നിന്റെ ഇരട്ട പേര് നീ മറന്നുപോയടാ. നീ പണ്ട് അച്ചിങ്ങ പോലെ ഇങ്ങനെ കൊള്ളിക്കമ്പ് പോലെയല്ലേ ഇരുന്നത്? അച്ചിങ്ങ പോലെ അല്ല, ഞാൻ ഒന്നും പറയണില്ല. എടോ, ഇവിടെ ഇപ്പൊ വനിതാ പോലീസ് ഉണ്ടെങ്കിൽ ഇവരിപ്പോ സെല്ലിനുള്ളിൽ, അതറിയാമോ? എടി നമുക്ക് പെറ്റി അടച്ചിട്ടു. നിങ്ങളൊന്നും മിണ്ടാടിരി, പെറ്റിയും കിറ്റിയും ഒന്നും അടയ്ക്കണ്ട. എടാ നീ തന്ന ഓട്ടോഗ്രാഫ് ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഓട്ടോഗ്രാഫ്? പഴം പഴം തിന്നണം, പുട്ടിലിട്ട് ഞരടണം, തിന്നുപോയി എന്നെ ഓർക്കണം. ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആർക്കും ഓട്ടോഗ്രാഫ് കൊടുത്താട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തെളിവായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. തെളിവായിട്ട് വാ. നീ വന്ന് ഞാൻ പെറ്റി അടച്ചിട്ട് നമുക്ക് പോവാം. ഞാനേ ഓർമ്മിപ്പിച്ച് ഇപ്പൊ കാണിച്ചു തരാം. നീ എന്റെ കൈ കയറി പിടിച്ചില്ലേടാ? എന്റെ ദൈവമേ, യൂണിഫോം ഇട്ട പോലീസിന്റെ പണി കളയാനായിട്ടൊരു സ്ത്രീ നിന്ന് നടുറോട്ടിൽ നിന്ന് പറഞ്ഞോ കയ്യെ കയറി പിടിച്ചു. അങ്ങനെ നിങ്ങളുടെ കയ്യെ കയറി പിടിച്ചോ? നിങ്ങളുടെ ഈ സാറ് ഇവൻ എന്നെ കൈ കയറി പിടിച്ചു. നമ്മുടെ സ്കൂളിന്റെ വളവി വെച്ച് കൈ കയറി പിടിച്ചപ്പോ ഞാൻ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്തു. ഇവനെ മുട്ടുകാലെ നിർത്തിച്ച് ചന്തിക്ക് നല്ല പട കൊടുത്തു. അതിന്റെ പാട് ഇപ്പോഴും ഉണ്ടോ? നോക്കിക്കോ. ഉണ്ടോ സാറേ? പാടുണ്ട്, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞാൽ നീ മറക്കൂല. ഏത് ഡേറ്റ്? ഒക്ടോബർ 2. ഒക്ടോബർ 2 അതെനിക്കറിയാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷെ ഒക്ടോബർ 2 അതെനിക്കറിയാം. കണ്ടോ? ഓർമ്മ വന്നോ? അതെ. അന്ന് ഗാന്ധി ജയന്തിയാണ്, ബാർ അവധിയാണ്, ബീവറേജ് അവധിയാണ്. അത് മറക്കും ആരെങ്കിലും? ഏതെങ്കിലും കുടിയന്മാര് മറക്കും? നിങ്ങൾ പറ. അതല്ല, അന്ന് സേവന വാരമായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ സ്കൂളിന്റെ ഓഫീസ് റൂമിൽ ഓടി കേറിയപ്പോ അവിടെയുള്ള ആൾക്കാർ മൊത്തം വന്ന് ജനലും വാതിലൊക്കെ അടച്ചിട്ടപ്പോ ആ ഇരുട്ടുള്ള ഓഫീസ് റൂമിൽ നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ള കാര്യോ. ഞാൻ നീ ഇരുട്ട് റൂമിൽ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക്. എന്നിട്ട് നീ എന്റെ ചെവിയിൽ ഒരു കൂട്ടം പറഞ്ഞു. എന്താ? അയ്യോ, അതെനിക്ക് ഓർമ്മയില്ല. നമ്മുടെ മൂത്ത മോൻ ബിജു. അയ്യോ അതല്ല, അതെനിക്ക് പറയുമ്പോ നാണവാ. എന്തിനു കാണിക്കണേ? എന്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ടോ. ഇവർക്ക് തലയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്നെ സംഭവിച്ചെന്ന് പറ. എന്റെ തലയ്ക്ക് ഒരു കുഴപ്പമില്ല. അന്ന് എന്റെ ചെവിയില് ഇവൻ ഒരു കാര്യം പറഞ്ഞു. അവിടെ എന്നെ പറഞ്ഞു. അത് പറയാ എനിക്ക് നാണോ. എന്റെ ദൈവമേ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് നീ പറയണം. നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. അവര് ഭാര്യയും ഭർത്താവും പോവാം. ഞാൻ നീ എന്റെ ചെവി പറഞ്ഞ എന്താ? ഞാൻ എന്താ പറഞ്ഞെന്ന് പറ. ഇരുട്ട് എനിക്ക് പേടിയാന്ന്. ഇരുട്ടെനിക്ക് പേടിയാണ്. അത് ഞാൻ പറഞ്ഞു.